വാർത്തകളിലേക്ക്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPക്കുമെതിരെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിഷേധ മാർച്ച് ഇന്ന് 12 മണിക്ക് കമ്മീഷനുമായി കൂടിക്കാഴ്ച നടത്താൻ ഇന്ത്യ സഖ്യ നേതാക്കൾക്ക് അനുമതി നൽകി. അതേസമയം രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിശദീകരണം നൽകേണ്ടതില്ലെന്നാണ് കോൺഗ്രസിന്റെ തീരുമാനം. അതുല്യ രാമചന്ദ്രൻ ചേരുന്നു വിവരങ്ങളുമായി. അതുല്യ, ഇപ്പോൾ കൂടിക്കാഴ്ചയ്ക്കുള്ള അനുമതി ലഭിച്ചിരിക്കുന്നു. എന്തായാലും ഈ ആരോപണങ്ങളും ഒപ്പം തന്നെ ഉയർന്നിരിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസിന് നേതാക്കൾക്ക് ലഭിച്ചിരിക്കുന്ന പരാതിയടക്കം ആ ഒരു കൂടിക്കാഴ്ചയിൽ സൂചിപ്പിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കമ്മീഷന് പ്രത്യേക വിശദീകരണം നൽകേണ്ടതില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ തീരുമാനം എന്നുള്ളതും കൂടിയുണ്ട്. എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? 11:30-ഓടെയാണ് മാർച്ച് തുടങ്ങുക അല്ലേ? കാളിദാസൻ, 11:30-ക്ക് പാർലമെന്റിന് പുറത്തു നിന്നാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് മാർച്ച് നടക്കുന്നത്. ഏതാണ്ട് 2 കിലോമീറ്ററാണ് പാർലമെന്റിൽ നിന്ന് ഈ നിർവചൻ സദൻ എന്ന കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിലേക്കുള്ള ദൂരം. ആ 2 കിലോമീറ്ററിനിടയിൽ വിജയ് ചൗക്കിൽ വെച്ച് മാർച്ച് തടയാനാണ് പോലീസിന്റെ നീക്കം. അവിടെ വിജയ് ചൗക്കിൽ ബാരിക്കേഡുകളെല്ലാം തന്നെ നിരത്തിക്കഴിഞ്ഞു. പോലീസിന്റെ അനുമതി മാർച്ചിന് തേടിയിട്ടില്ല എന്നതാണ് വിശദീകരണം. പക്ഷേ എന്തായാലും അതിനിടെ ഈ മാർച്ച് കൂടുതൽ പ്രകോപനപരമായി മുന്നോട്ട് പോകാതിരിക്കാൻ എന്നോണമാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നൽകിയിരിക്കുന്നത്. നേരത്തെ തന്നെ പ്രതിഷേധ മാർച്ച് പാർലമെന്റിൽ നിന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിൽ എത്തിയാൽ അവിടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തണം, അല്ലെങ്കിൽ കൂടിക്കാഴ്ചയ്ക്ക് സമയം വേണം എന്ന് ഇന്ത്യ സഖ്യത്തിലെ MP-മാരടക്കമുള്ള നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ ആ കൂടിക്കാഴ്ചയ്ക്കാണ് സമയം അനുവദിച്ച് നൽകിയിരിക്കുന്നത്. 12 മണിക്ക് കൂടിക്കാഴ്ച ആരംഭിക്കും. 30 MP-മാർക്കാണ് അല്ലെങ്കിൽ 30 അംഗങ്ങൾക്ക് ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാം എന്നാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ത്യ സഖ്യത്തിലെ കോൺഗ്രസ് മാത്രമല്ല മറ്റ് ഘടക കക്ഷികളുടെയും കൂടി MP-മാരടങ്ങുന്ന ഒരു 30-അംഗ സംഘമായിരിക്കും ചർച്ചയ്ക്ക് കയറുക എന്നതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. എന്തായാലും പ്രതിപക്ഷത്തിൻ്റെ ഈ പ്രതിഷേധ മാർച്ച് എന്നത് 1 മണിക്കൂറിനുള്ളിൽ ആരംഭിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷം പാർലമെന്റിലും ഇന്ന് ഇതേ വിഷയങ്ങൾ, ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവും അതുപോലെ തന്നെ ഈ വോട്ടർ പട്ടികയിലെ ക്രമക്കേടും ഉന്നയിച്ച് സഭ പ്രക്ഷുബ്ധമാക്കാൻ തന്നെയാണ് സാധ്യത. അതോടൊപ്പമായിരിക്കും ഇന്ന് പാർലമെന്റിന് പുറത്തും ഇത്തരത്തിലൊരു പ്രതിഷേധം നടക്കുക. ഏതാണ്ട് 2024 അല്ലെങ്കിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായാണ് പാർലമെന്റിന് പുറത്തൊരു സംയുക്ത പരിപാടി നടത്തുന്നത് എന്നൊരു പ്രത്യേകത കൂടി ഇന്നത്തെ പ്രതിഷേധ മാർച്ചിനുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പങ്കാളിത്തം ഇന്നത്തെ പ്രതിഷേധ മാർച്ചിലുണ്ട്. 300 പ്രതിപക്ഷ MP-മാർ, ഇന്ത്യ സഖ്യത്തിലെ വിവിധ ഘടക കക്ഷികളുടെ അടക്കം 300 MP-മാരാണ് ഇന്നത്തെ ഈ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പങ്കാളിത്തം ഇന്നത്തെ മാർച്ചിനെ ശ്രദ്ധേയമാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും നേതൃത്വത്തിലായിരിക്കും മാർച്ച് നടക്കുക. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി നടത്തുന്ന ചർച്ചയിലും ഏതെല്ലാം അംഗങ്ങളാണ് പങ്കെടുക്കുക എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തമായൊരു പട്ടിക പുറത്തുവിട്ടിട്ടില്ല. ഇന്ന് രാവിലെയാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ചുകൊണ്ടുള്ള അനുമതി ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ആരൊക്കെ ആയിരിക്കും ചർച്ചയിൽ പങ്കെടുക്കുന്ന 30 പേർ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. പക്ഷേ 12 മണിയോടുകൂടി തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ചർച്ച ആരംഭിക്കും. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധി വിശദീകരണം നൽകില്ല എന്നുള്ളതാണ്. വിവിധ സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടികയിലെ അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിലെയും ക്രമക്കേടുകളിൽ രാഹുൽ ഗാന്ധി ഒന്നുകിൽ രേഖാമൂലം തെളിവ് ഹാജരാക്കിക്കൊണ്ട് രേഖാമൂലം അതിന് വിശദീകരണം നൽകണം, അല്ലെങ്കിൽ സാക്ഷ്യപത്രം സമർപ്പിക്കണം. അതല്ലെങ്കിൽ ആരോപണങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയാൻ തയ്യാറാകണം എന്നിങ്ങനെ ഒരു അൾട്ടിമേറ്റം അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസാന ഇതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരുന്നത്. എന്നാൽ അത്തരത്തിൽ ഈ ആരോപണങ്ങൾ കമ്മീഷൻ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തള്ളിയത് എന്ന് വിശദമാക്കാതെ ഒരു സാക്ഷ്യപത്രവും നൽകേണ്ടതില്ല എന്നതാണ് കോൺഗ്രസിൻ്റെ തീരുമാനം. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ വെച്ച് കോൺഗ്രസ് MP-മാർക്കും അതുപോലെ തന്നെ പ്രതിപക്ഷ MP-മാർക്കും അത്താഴവിരുന്ന് ഒരുക്കിയിരുന്നു. അന്ന് നടന്ന ചർച്ചയിൽ എന്തൊക്കെ നിയമ നടപടികളാണ് സ്വീകരിക്കേണ്ടത്, അതുപോലെ തന്നെ രാഹുലിനെതിരെയോ പാർട്ടിക്കെതിരെയോ സ്വീകരിച്ചേക്കാവുന്ന നിയമ നടപടികളെ എങ്ങനെ പ്രതിരോധിക്കണം എന്ന കാര്യങ്ങളിലടക്കം ചർച്ച നടന്നിരുന്നു. അതിൻ്റെ ഭാഗമായി നിയമോപദേശവും തേടിയിരുന്നു. അത്തരത്തിൽ ആ നിയമോപദേശത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് എന്തടിസ്ഥാനത്തിലാണ് ഈ ആരോപണങ്ങൾ തള്ളിയത് എന്നതിൽ ഒരു വ്യക്തത വരുത്താതെ സാക്ഷ്യപത്രം നൽകേണ്ടതില്ല, രാഹുലിനെതിരായ നോട്ടീസിൽ വിശദീകരണം നൽകേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയിട്ടുള്ളത്.
അതോടൊപ്പം തന്നെ ഇനി മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രതിപക്ഷ MP-മാർക്ക് വിരുന്ന് സംഘടിപ്പിക്കുന്നുണ്ട്. ചാണക്യപുരിയിലെ താജ് ഹോട്ടലിൽ ഇന്ന് വൈകിട്ടാണ് വിരുന്ന് സംഘടിപ്പിക്കുന്നത്. പ്രധാനമായും ഈ അത്താഴ വിരുന്നിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നിലവിലുള്ള ഈ സംഘടനാ ഐക്യം അല്ലെങ്കിൽ ഘടക കക്ഷികളടക്കം ഒപ്പം നിൽക്കുന്ന ഈ ഒരു ഐക്യം വരും കാലത്തേക്ക് കൂടി ഊട്ടിയുറപ്പിക്കുക എന്നതാണ്. എന്തായാലും ഈ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണം വലിയ പെട്ടെന്നൊന്നും അവസാനിപ്പിക്കാൻ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നില്ല എന്ന് ഇന്നലെ തന്നെ AICC ജനറൽ സെക്രട്ടറിമാർ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള ദിവസങ്ങളിലും ഈ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട പ്രതിഷേധ പരിപാടികളിലും അതുപോലെ തന്നെ നിയമപരമായി വിവിധ സംസ്ഥാനങ്ങളിൽ മുന്നോട്ട് പോകുന്നതിനും ഘടക കക്ഷികളുടെ പിന്തുണ ഉറപ്പാക്കലാണ് ഈ അത്താഴ വിരുന്നിൻ്റെ ലക്ഷ്യം. കർണാടക, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിലാണ് പ്രധാനമായും ഈ ഒരു ആരോപണം ഉയർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനും ഈ പറയുന്ന 4 സംസ്ഥാനങ്ങളിലും നിയമപരമായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ എടുക്കുന്ന നടപടികളെ നേരിടാനും അതാത് സംസ്ഥാനങ്ങളിലെ ഘടക കക്ഷികളുടെ പിന്തുണ വളരെ അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പിന്തുണ ഉറപ്പാക്കൽ കൂടിയാണ് ഈ അത്താഴ വിരുന്നിൻ്റെ ലക്ഷ്യം. അതോടൊപ്പം ഇന്നത്തെ പ്രതിഷേധ മാർച്ചിന് ശേഷം വരും ദിവസങ്ങളിൽ പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനം, വർഷകാല സമ്മേളനം കഴിയുന്നത് വരെയുള്ള ദിവസങ്ങളിൽ ഈ വിഷയം എങ്ങനെയെല്ലാം പാർലമെന്റിൽ ഉന്നയിക്കണം, അതുപോലെ തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഏത് രീതിയിൽ നീങ്ങണം മുതലായ കാര്യങ്ങളെല്ലാം തന്നെ ഈ അത്താഴ വിരുന്നിൽ ആസൂത്രണം ചെയ്യാൻ കൂടിയാണ് ലക്ഷ്യമിടുന്നത്. കാളിദാസ്.